ഹായ്, വെൽക്കം ടു മൈൻഡ്ഫുൾ കുക്കിംഗ് അറ്റ് ഗീതാസ് കിച്ചൺ. ഇന്ന് നമുക്ക് മത്തൻ കൊണ്ട് കുറച്ച് റെസിപ്പീസ് ട്രൈ ചെയ്യാം. ഇവിടെ ഇല പൊഴിയും കാലമാണ്, നിറച്ച് ഇലകളൊക്കെ കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. ദീപാവലിയാണ്, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. അപ്പോൾ ഇന്ന് നമ്മൾ തോട്ടത്തിലിറങ്ങി നോക്കുമ്പോൾ തണുപ്പെല്ലാം തുടങ്ങിയതുകൊണ്ട് അവസാനത്തെ മത്തങ്ങയും പറിച്ചെടുത്തു. തോട്ടത്തിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഈ മത്തങ്ങ എന്നൊക്കെ പറയുമ്പം ആകെക്കൂടി ഒരു കൂട്ടാൻ വയ്ക്കാം, സാമ്പാറിലിടാം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാം നമുക്ക്. ഇന്ന് ഞാൻ വിചാരിച്ചു കുറച്ച് ഡിഫറെൻ്റായിട്ട് ഒരു പായസം ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് മത്തൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് ഞാനത് ഗ്രേറ്റ് ചെയ്തു, തോലെല്ലാം കളഞ്ഞ് ഗ്രേറ്റ് ചെയ്തു. അപ്പോൾ ഏകദേശം ഒരു 1.5 കപ്പ് മത്തൻ ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഒരു 4 ശർക്കര അച്ചും എടുത്തു. എന്നിട്ട് ആ ഗ്രേറ്റ് ചെയ്ത മത്തൻ കുറച്ച് വെള്ളം ചേർത്ത് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ട് അതിലേക്ക് ഈ 4-5 ശർക്കരയുടെ അച്ചാണ്, ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ്, ശർക്കരയുടെ അച്ച് ഇട്ടു. എന്നിട്ട് ആ ശർക്കരയുടെ അച്ചൊന്ന് ഉരുകണം. അപ്പോൾ ഒന്ന് ചെറിയ ഫ്ലെയിം വെച്ചിട്ട് ചെറിയ ചൂടിൽ അടച്ച് വെച്ചിട്ട് ആ ശർക്കര ഉരുക്കിയെടുത്തു. അപ്പോൾ മത്തൻ്റെ കൂടെ ശർക്കരയും കൂടിയായി. എന്നിട്ട് ശർക്കര അച്ചെല്ലാം ഉരുകി കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് തിളയ്ക്കണം. 2-3 മിനിറ്റ് തിളച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ വെണ്ണ ഇട്ടു. എൻ്റെ അടുത്ത് നെയ്യ് ഉണ്ടായിരുന്നില്ല, നെയ്യായാലും മതി. 1 ടേബിൾ സ്പൂൺ വെണ്ണ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇളക്കി ആ വെണ്ണ നന്നായിട്ട് ഉരുകണ വരെ ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ 1 ടീസ്പൂൺ ഏലക്കായുടെ പൊടി ചേർത്തു. ഏലക്കായുടെ പൊടി പൊടിച്ചു വെച്ചതുണ്ടായിരുന്നു, അത് 1 ടീസ്പൂൺ ചേർത്തു. എന്നിട്ട് നന്നായിട്ട് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ബദാം ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താണ്, അതും കൂടിയിട്ട് നന്നായിട്ട് ഇളക്കി. ഇത് നമ്മൾ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കണ മാതിരി അത്ര വരട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നല്ല സ്വാദുള്ള ഒരു ഹൽവ മാതിരിയുള്ള ഒരു സ്വീറ്റായി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാനത് ബ്രെഡിൽ ഇതാക്കി കഴിച്ചപ്പോൾ അതൊരു ജാമ് മാതിരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും. ഫ്രിഡ്ജിൽ വെക്കണം. പിന്നെ ഞാൻ പായസം ഉണ്ടാക്കാൻ നോക്കുമ്പോൾ അത്ര മിക്സൊന്നും ഉണ്ടായിരുന്നില്ല, ആകെ കുറച്ച് മിക്സേ ഉള്ളൂ. ഇനിയിപ്പം എന്നിട്ട് ഞാൻ വേറൊരു 1.5 കപ്പ് മത്തൻ ഗ്രേറ്റ് ചെയ്തതും കൂടി വേവിച്ചിട്ട് ആ മിക്സിലേക്ക് ചേർത്ത് കൊടുത്തു. അത്യാവശ്യം മധുരം ഉണ്ടായിരുന്നു. ആ മത്തൻ്റെ സ്വാദം ഒന്നും കൂടി വരാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഈ മത്തൻ്റെ മിക്സ് ഇങ്ങനെയാണ് കിട്ടിയത്. ചക്കവരട്ടി മാതിരി തന്നെ ഉണ്ട്. എന്നിട്ട് അതെടുത്തിട്ട് ഞാൻ പായസത്തിന് ഏകദേശം ഞാനൊരു 1/4 കപ്പ് ഈ മത്തൻ വരട്ടിയതാണ് എടുത്തത്. എന്നിട്ട് അതൊരു പാത്രത്തിൽ ഇട്ടിട്ട് ചൂടാക്കി. അതൊന്ന് ലൂസായി വന്നപ്പോൾ അതിലേക്ക് ഏകദേശം ഒരു 1-1.25 കപ്പ് നാളികേരപ്പാൽ ഒഴിച്ചു. അപ്പോൾ 1 കപ്പ് ഏകദേശം ഒരു 1/4 കപ്പ് മത്തൻ വരട്ടിയതാണ് എടുത്തത്. അതിലേക്ക് ഒരു 1-1.25 കപ്പ് തേങ്ങാപ്പാൽ. ഞാൻ കാർട്ടണിലുള്ള പാലാണ് വാങ്ങിക്കുകയാണ് ചെയ്തത്, തേങ്ങാപ്പാൽ അതാണ് എടുത്തത്. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നും ചേർക്കേണ്ട ആവശ്യം വന്നില്ല. അഥവാ മധുരം വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടിയും ശർക്കരപ്പൊടിയൊക്കെ ചേർക്കാം. ഞാനതൊന്നും ചേർത്തിട്ടില്ല. എൻ്റെ മിക്സിൽ വെറും തേങ്ങാപ്പാൽ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തപ്പോൾ നല്ലൊരു അടിപൊളി പായസമായിട്ട് അത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു ഈ മത്തൻ്റെ ബാക്കിയുള്ളത് ഞാൻ എടുത്തിട്ട് ഒന്ന് ബേക്ക് ചെയ്യാൻ വിചാരിച്ചു. ബേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ആദ്യം ഞാൻ ഒരു ബാച്ച് ഞാൻ ഉലുവപ്പൊടിയും കായപ്പൊടിയും ഉപ്പും ഒലിവ് ഓയിലും ഇട്ടിട്ട് മിക്സ് ചെയ്ത് മുളക് പൊടി ഇട്ടു കേട്ടോ. മുളക് പൊടി ഇട്ട് മിക്സ് ചെയ്ത്
നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചു. ഒരു 500 ഡിഗ്രി ഫാരൻഹൈറ്റിൽ ഒരു 5-8 മിനിറ്റ് ബേക്ക് ചെയ്തു അത്. പിന്നെ ഞാനൊരു ബാച്ചിൽ കുറച്ച് ഗരം മസാലയും ഉപ്പും ഒലിവ് ഓയിലും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതും വേറൊരു ബാച്ചാക്കി എടുത്തു. പിന്നെ ഒരു ബാച്ചിൽ ഇവിടെ ഈ ലെമൺ പെപ്പർ ഉണ്ടായിരുന്നു. ലെമൺ പെപ്പറും ഉപ്പും കുറച്ചൊരു ഒറിഗാനോയും കൂടി ചേർത്തിട്ട് ഒലിവ് ഓയിലും ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് അതും ബേക്ക് ചെയ്യാൻ വെച്ചു. ശരിക്കും 3 തരം ഫ്രൈസാണ് അന്ന് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. നല്ല സ്വാദുള്ള ഫ്രൈസാണ്. എല്ലാം ട്രൈ ചെയ്തിട്ട് കമൻറ്റ് പറയുന്നുള്ള വിശ്വാസം.